സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷം ധൂർത്ത് എന്ന ആരോപണം ശക്തമാക്കി പ്രതിപക്ഷം. 5 പൈസ കയ്യിലില്ലാത്തപ്പോഴാണ് കോടികളുടെ മാമാങ്കം എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. എല്ലാ പദ്ധതികളും നടപ്പാക്കിയാണ് വാർഷികാഘോഷമെന്ന് പറഞ്ഞാണ് സർക്കാരിന്റെ പ്രതിരോധം. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടെയുള്ള ആഘോഷം ധൂർത്തെന്ന് ചൂണ്ടിക്കാട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് പ്രതിപക്ഷം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 5 പൈസ കയ്യിലില്ലാത്തപ്പോഴാണ് മാമാങ്കമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വിമർശനം. അങ്ങ് ദേവിയത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഒരു പരിഹാസപാത്രമാണ്. അങ്ങ് ചെയ്യേണ്ടത് ഈ മാമാങ്കം നടത്തില്ല എന്ന് പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരത്തിലിരിക്കുന്ന പാവപ്പെട്ട ആശാവർക്കർമാർക്ക് ഈ പണം ഞങ്ങൾക്ക് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ നീക്കിവെച്ചുകൊണ്ട് ഞങ്ങൾ ആഘോഷങ്ങൾ ഉപേക്ഷിച്ചു എന്നും പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ട്. കടം കയറി മുടിഞ്ഞ തറവാടിന്റെ കാരണവരാണ് പിണറായി വിജയനെന്ന് UDF കൺവീനർ MM ഹസനും മാമാങ്കത്തിന് UDF കൂട്ടുനിൽക്കില്ലെന്ന് K മുരളീധരനും പ്രതികരിച്ചു. ആശാ വർക്കേഴ്സിന് 100 രൂപ കൂട്ടിക്കൊടുക്കാത്ത മുഖ്യമന്ത്രിയാണ് വാർഷികം ആഘോഷിക്കുന്നതെന്ന് BJPയും കുറ്റപ്പെടുത്തി. ആശാ വർക്കർ 232 രൂപയുടെ ശമ്പളമുള്ള ആശാ വർക്കേഴ്സ് 100 രൂപ ചോദിക്കുമ്പോൾ അത് തരില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് ഇന്ന് ആഘോഷിക്കുന്നത്. വാഗ്ദാനം ചെയ്തതെല്ലാം നടപ്പാക്കിയാണ് ആഘോഷമെന്നാണ് ആരോപണങ്ങൾക്ക് സർക്കാരിന്റെ മറുപടി. തെറ്റായ കണക്കുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാ ഗവൺമെന്റിന്റെ കാലയളവിലും നിങ്ങളെടുത്ത് നോക്കിക്കോ, 2011 മുതൽ 16 വരെ ഗവൺമെന്റ് അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റുമായി ബന്ധപ്പെട്ട് PRDക്ക് ചെലവഴിച്ച പണം എത്രയാണ്? അന്നത്തെ തുകയുടെ നാണയത്തിന്റെ പ്രത്യേകതകൾ വെച്ച് നോക്കിയാൽ ഇതിനേക്കാൾ കൂടുതലാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. 100 കോടി രൂപ മുടക്കിയാണ് സർക്കാർ വാർഷികാഘോഷമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ജില്ലകളിലെ പന്തൽ നിർമ്മാണത്തിന് മാത്രം 40 കോടിയിലേറെ രൂപ ചിലവിടുന്നുവെന്നാണ് ആക്ഷേപം. 24 തിരുവനന്തപുരം.